ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വിഷുവിന്റെ തലേന്നാണ്. ഞങ്ങളിവിടെ വിഷുക്കണി സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ആദ്യം കണിവെള്ളരിക്ക വെച്ചു, ചക്ക വെച്ചു, തേങ്ങ വെച്ചു, കണിക്ക് ആവശ്യമായതൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന കണിക്കൊന്നയാണ്. അപ്പോൾ അതും കൂടി വെച്ചു. അറേഞ്ച്മെന്റ്സ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വിളക്കും കൂടി വെക്കണം. ഉള്ളത് വെച്ച് ഓണം പോലെ എന്നൊക്കെയല്ലേ ചൊല്ലി. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു കുഞ്ഞു വിഷുക്കണി സെറ്റ് ചെയ്തു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളുപ്പിന് കാണാം. അങ്ങനെ കണിയും കണ്ട് ഒരു ഉറക്കം കഴിഞ്ഞിട്ടുള്ള വരവാണിത്. അപ്പോഴത്തേക്കും അടുക്കളയിൽ വരുമ്പോൾ അമ്മ കാബേജിനുള്ളതും സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ചായക്കുള്ള പ്രിപ്പറേഷനാണിത്. രാവിലെ പുരട്ടിപ്പത്തലാണ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ കൊരട്ടിപ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാസർഗോഡ് ഭാഗങ്ങളിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന്റെ റെസിപ്പി വേണ്ടവർ പറഞ്ഞാൽ മതി. അതിന്റെ കൂടെ തന്നെ സാമ്പാറും കൂടി റെഡി ആവുന്നുണ്ട്. ഇനിയൊരു കാബേജ് തോരനും കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ കാബേജ് അരിഞ്ഞതും തേങ്ങയും സവാളയും പച്ചമുളകാണ് ഉള്ളത്. അമ്മ രാവിലെ തന്നെ ഉള്ളിത്തീയലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കാബേജ് തോരനും ഉണ്ടാക്കിയെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക് തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി ചോറിൻ്റെ പണി മാത്രമേ ഉള്ളൂ. അതും കൂടി ഒന്ന് തിളപ്പിച്ച് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു. കാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള പരിപാടിയായിരുന്നു. ചായ വേണ്ടവർക്ക് ചായയും കട്ടൻ വേണ്ടവർക്ക് കട്ടനും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കൊരട്ടിപ്പൊത്തലും സാമ്പാറും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോന്നു. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് വിട്ടു.
ഇതാണ് ആളുടെ അമ്മ വീട്. ആളുടെ അമ്മമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇവിടെ ഇപ്പോൾ മാമനും ആൻറ്റി പിള്ളേരുമാണ്. ഇതെന്താ പുതിയ സാരി കൊടുത്തില്ലേ? എഴുന്നേറ്റ് പിന്നെ കുളിച്ച് വന്നിട്ട് വൈകുന്നേരം കിടാവ് വെച്ച് വന്ന് 5 പദ്ധതി കഴിച്ച് വെച്ച് എനിക്ക് തായിലുണ്ട് നിങ്ങളെല്ലാരും കണ്ടല്ലോ. തിരുമുടി കെട്ടി വെച്ചു. അപ്പോൾ ഈ ഒരു കലാപരിപാടിയോടുകൂടി ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.